So, നമ്മളെ പുതിയ കോൺസെപ്റ്റ് ഇന്നത്തെ കോൺസെപ്റ്റ് സപ്ലൈ ആണ്. സപ്ലൈ refers to the amount of a product that firms are able and willing to offer for sale. സപ്ലൈ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിന്റെ വില ആണ്. അതെങ്ങനെ ഫേംസ് അത് വിൽക്കാൻ വേണ്ടി അതിന് വിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന വില. ആ വിലക്ക് കൺസ്യൂമേഴ്സിന് വിൽക്കാൻ വേണ്ടിയിട്ട് അല്ല വാങ്ങാൻ വേണ്ടിയിട്ടുള്ള എബിലിറ്റി ഉണ്ടാവണം. അറ്റ് ദ സെയിം ടൈം വില്ലിങ്നെസ് ഉണ്ടാവണം. അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിന് എങ്ങനെ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ അതിന്റെ കോസ്റ്റ് അതിന്റെ കോസ്റ്റിന്റെ ബേർഡൻ താങ്ങാൻ പറ്റുന്ന ഒരു എബിലിറ്റി ഉണ്ടാവണം. അറ്റ് ദ സെയിം ടൈം അവരുടെ പ്രോഫിറ്റിന്റെ നിശ്ചിത പ്രോഫിറ്റ് പ്രകാരം അവർക്ക് വിൽക്കാനുള്ള വില്ലിങ്നെസ്സും ഉണ്ടാവണം. അതാണ് സപ്ലൈ എന്ന് പറയുന്നത്. സപ്ലൈ ഫങ്ഷൻ, സപ്ലൈക്കും ഫങ്ഷൻ ഉണ്ട്. എന്താണ് സപ്ലൈ ഫങ്ഷൻ? The supply function for a product is the relation between the various amount of the product that the producer supplies and determinants of those amount സോ സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിന്റെ ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ, അതൊരു ബന്ധമാണ്. എന്താണ്? ബിറ്റ്വീൻ വാരിയസ് എമൗണ്ട് ഓഫ് ദ പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിന്റെ മറ്റു ചില ഘടകങ്ങളാണ്. ദാറ്റ് ദ പ്രൊഡ്യൂസർ സപ്ലൈസ് ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ദോസ് എമൗണ്ട്. ആ പ്രൊഡ്യൂസർ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വിലയും പിന്നോട് വേറെ കുറച്ച് ഡിറ്റർമിനൻസ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. കുറച്ച് എന്താ പറയാ, എക്സോജീനിയസ് ഫാക്ടേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷനെ നേരിട്ട് ബന്ധിക്കുന്ന കാര്യങ്ങളല്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതെങ്ങനെ സപ്ലൈനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്, കൺസ്യൂമർ പ്രിഫറൻസിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ സോ വി ക്യാൻ റെപ്രസെന്റ് ദിസ് ആസ് മാത്തമാറ്റിക്കലി the supply function can be represented as എങ്ങനെയാണ്? QSN, ക്വാണ്ടിറ്റി സപ്ലൈ എൻ എമൗണ്ട്. എൻ എമൗണ്ട് എന്നല്ല, എൻ യൂണിറ്റ്സ് എന്നൊക്കെ പറയുന്നത്. ഏത് ഫംഗ്ഷൻ ആണെങ്കിലും നമ്മൾ എഫ് ഇടണം. പി എൻ പ്രൈസ് ഓഫ് n
F1 കാണുന്നുണ്ട്. പിന്നെ F1 കഴിഞ്ഞിട്ട് ഡോട്ട് 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 FM. ഇത് ക്യാപിറ്റൽ ഇല്ല. FM S. ഇതിലൊരു കൺഫ്യൂഷൻ വരണ്ട. FM S. So here QS N എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓഫ് പ്രോഡക്റ്റ് N. PN here PN എന്താണെന്നറിയോ? പ്രൈസ് ഓഫ് പ്രോഡക്റ്റ് N. N എന്ന് പറഞ്ഞ പ്രോഡക്റ്റിന്റെ പ്രൈസ് ആണ്. പിന്നീട് ഒരു F1 തൊട്ടിട്ട് FM വരെ ഉണ്ട് കാണുന്നുണ്ട്. അതെന്താണ്? പ്രൈസസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെ ഇതിനെ ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പിന്നീട് S എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി. ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും എങ്ങനെ ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് നമ്മുടെ എങ്ങനെ ഫങ്ഷനിൽ കൊടുക്കുന്നത്. ഒരു സപ്ലൈനെ സംബന്ധിച്ച് ഈ വക കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ആദ്യമായിട്ട് തന്നെ ഇതിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങള്. പക്ഷെ പിന്നീട് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഒക്കെ ഉണ്ടാവില്ല, നേരത്തെ പറഞ്ഞ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് പ്രൈം ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് ദ റീസൺ you wouldn't see the supply function. Determinants of supply. സപ്ലൈയുടെ ഡിറ്റർമിനൻസ് ആണ് ഇനി നോക്കുന്നത്. എന്തൊക്കെയാണ് സപ്ലൈയുടെ ഡിറ്റർമിനൻസ് ആയിട്ടുള്ളത്? Following are the most important variables influencing the supply of commodity, but still it is not seeing supply function. But still it is very important determinants. It will definitely affect the supply. ഒന്നാമത്തത് the commodities on പ്രൈസ്. കമ്മോഡിറ്റിയുടെ വില ഭയങ്കര പ്രാധാന്യമുള്ളതാ. ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി അതും എങ്ങനെ ഇമ്പോർട്ടൻ്റാ. സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മെല്ലെ നമ്മളെ സാധനം
വാങ്ങാതെ അടുത്തത് മേടിക്കും. കോസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നാലാമത്തത് ഗോൾ ഓഫ് ദ ഫേം. എന്താ ഫേമിന്റെ ഗോള്? ഇഫ് ഇതെന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ആണെങ്കിൽ നോർമൽ പ്രോഫിറ്റ് ആയിരിക്കും. കോപ്പറേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ? മോണോപോളി ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ? ഡിയോപോളി ആണെന്നുണ്ടെങ്കിലോ അങ്ങനെ. ഇത് ഒളിഗോ ആണെന്നുണ്ടെങ്കിലോ? സോ ഇനിയിപ്പം അതിന്റെ ഫോമിന്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് ക്വാളിറ്റി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താവും? ക്വാളിറ്റി. ഇപ്പൊ മാക്സിമം സെയിൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലോ? സോ ഗോൾ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി. അതിന് ടെക്നോളജി വേറൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. ഇനി അടുത്തത് ആറാമത് പ്രൈസ് എക്സ്പെക്ടേഷൻ. ഒബ്വിയസ്ലി പ്രൈസ് എക്സ്പെക്ടേഷൻ ഉണ്ട്. പിന്നീട് എങ്ങനെ? വെദർ, ഏത് കാലാവസ്ഥ, എങ്ങനെ, എപ്പം പ്രൊഡ്യൂസ് ചെയ്യണം, എപ്പം ഡിമാൻഡ് ചെയ്യും ജാക്കറ്റിന്, വെദർ ഉണ്ട്. സ്ട്രൈക്ക് ഒന്നും ഇല്ലാതെ വേണം പ്രൊഡക്ഷൻ നടക്കാൻ. പവർ ഫെയിലിയർ. ഇങ്ങനെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് കൊടുക്കാം, അതും ഒരു ഘടകമാണ്. ട്രെൻഡ് ഒരു ഘടകമാണ്. ഇതൊക്കെയാണ് ഡിറ്റർമിൻ ചെയ്യുന്ന കാര്യങ്ങൾ. ഇനിയിപ്പം ഒന്നും കൂടി നോക്കാം. Commodities on price, other commodity price, cost of factors of production, goal of the firm, state of technology, price expectation, weather, strikes, power failure, taste and preference, trend. ഇനിയിപ്പം പറയാൻ പോകുന്നത് ലോ ഓഫ് സപ്ലൈ. ലോ ഓഫ് സപ്ലൈ. എന്താണ് സപ്ലൈയുടെ ലോ? The relation between quantity supplied and price is expressed by the law of supply. അപ്പം നോക്കി വെച്ചോ, എന്താണ് സപ്ലൈയുടെ ലോ എന്ന് പറയുന്നത്? ഒന്നാമത്തത് റിലേഷൻ ആണ്. എന്ത് റിലേഷൻ ആണ്? ബിറ്റ്വീൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ആൻഡ് പ്രൈസ്. പി കൊടുത്താൽ മതി. ഈ ഷോർട്ട് ആയിട്ടുള്ള ഫോം എഴുതി വെച്ചിട്ട് അതിങ്ങനെ നോട്ടിൽ എന്നൊന്ന് മറച്ച് പോയാൽ തന്നെ മതി. പ്രൈസ്
The law of supply states that the quantity supplied varies directly with the price of the commodity. Law of supply എന്താണ് പറയുന്നത്? Price directly change with quantity. ആണോ? തെറ്റാണ്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ അപ്പം തെറ്റാന്ന് പറയണോ? ക്വാണ്ടിറ്റി ഡയറക്ട്ലി ചേഞ്ചസ് വിത്ത് പ്രൈസ്. ഇത് നമ്മൾ മാത്തമാറ്റിക്സിൽ പഠിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. നമ്മൾ ഈ ഇൻവേഴ്സ് സംഭവങ്ങൾ മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിക്കുന്ന ഒരു സാധനമാണ്. അത് നമ്മൾ മാത്സ് എടുക്കുമ്പോൾ പഠിക്കും. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിലുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണ്. ഇതെന്ന് പറയുന്നത് ഡിപ്പെൻഡന്റും. സോ നമ്മളിങ്ങനെ ഈ പ്രൈസ് ഡയറക്ട്ലി വാരി വിത്ത് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെ ഡിപ്പെൻഡന്റ് ഇൻഡിപെൻഡന്റും ഇൻഡിപെൻഡന്റ് ഡിപ്പെൻഡന്റും ആവും. സോ നമ്മൾ എഴുതുന്ന ഓരോ സ്റ്റേറ്റ്മെന്റും നമ്മൾ എനിക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതല്ലേ എന്ന് അല്ല, അതെല്ലാം നമ്മുടെ ആൻസേഴ്സിനെയും ബാധിക്കും, മാർക്സിനെയും ബാധിക്കും. ചിലപ്പം നമുക്ക് ഒരു മാർക്ക് പോവാം, ചിലപ്പം നമുക്ക് -75 -0.75 -25 ഏതെങ്കിലും ഒന്ന് എക്സാമിന്റെ മോഡ് അനുസരിച്ച് വ്യത്യാസം വരും. Higher the prices, the greater will be the quantity supplied lower the prices, the ഇങ്ങനെ smaller will be the quantity supplied. Increase in price leads to increase in quantity. Decrease in price leads to decrease in quantity. This direct relationship between price and quantity supplied is reflected in
the positive slope of the supply curve. എന്ത് റിലേഷൻ ആണ്? പോസിറ്റീവ് റിലേഷൻ ആണ്. എങ്ങനെയാണ് പോസിറ്റീവ് റിലേഷൻ ആവുന്നത്? പെണ്ണൊരു ശരിയല്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ നോർമലൈസ് ചെയ്യാൻ പാടില്ല. ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പി ഇത്ര ആണെന്ന് വെച്ചോ, P1 ആണ്. ക്യൂ എങ്ങനെയാണെന്ന് അറിയോ? ഇത്രേ Q1 ആവുന്നു. ഇനിയിപ്പോ പ്രൈസ് എങ്ങനെ കൂടി P2ലേക്ക് എത്തി. നമ്മൾ ക്വാണ്ടിറ്റിയും ഒബ്വിയസ്ലി എങ്ങനെയാണെന്ന് അറിയോ? കൂടും. ചൂടി വൃത്തിക്ക് മനക്ക് വരയ്ക്കാം. ക്വാണ്ടിറ്റിയും കൂടും. P3യിലേക്കായാൽ ക്വാണ്ടിറ്റി വീണ്ടും Q3യിലേക്കും, P4ലേക്കായാൽ ക്വാണ്ടിറ്റി വീണ്ടും Q4ലേക്കും. സോ ഇങ്ങനെ പോസിറ്റീവ് റിലേഷൻ ആണ് ഉണ്ടാവുക. ഇനി പറയുന്നത് സപ്ലൈ schedules and സപ്ലൈ കർവ്. ഇതിന്റെ സപ്ലൈ ഷെഡ്യൂളും സപ്ലൈ കർവും എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. The supply schedules and supply curves are the techniques for describing the supply price relationship. Or the determinants are held constant.
സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഒരു പ്രൈസ്, അതുപോലെ തന്നെ നമ്മൾ ഓഫർ ചെയ്യുന്ന പ്രൈസിൻ്റെതും അത് ബില്ലിങ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയുടെയും ഒരു കോമ്പിനേഷൻ ആണ്. ആൻഡ് സപ്ലൈ കർവ് എന്ന് പറയുന്നത് സപ്ലൈ ഷെഡ്യൂളിന്റെ ആനുപാതികമായിട്ട്, ആനുപാതികം എന്ന് പറയുന്നത് സപ്ലൈ ഷെഡ്യൂളിനനുസരിച്ച് നമ്മൾ അതൊരു കർവിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് സപ്ലൈ കർവ്. ആൻഡ് വി ആർ ഗോയിങ് ടു ഹോൾഡ് ഓൾ അതർ ഡിറ്റർമിനൻറ്റ്സ് കോൺസ്റ്റന്റ്. സോ is a list of prices we are going to offer and quantities consumers are willing to buy. We are ready to sell also. Relation between എന്താണെന്നറിയോ? പ്രൈസ് ക്വാണ്ടിറ്റി, പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി അല്ല, പ്രൈസ് ക്വാണ്ടിറ്റി ആൻഡ് ആണ് സപ്ലൈഡ്. ഇനിയിപ്പോ നമ്മള് സപ്ലൈ കർവ് ആണ് പറയുന്നത്. ഒന്നാമത്തത് ഗ്രാഫിക് റെപ്രസെന്റേഷൻ. ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. വെർട്ടിക്കൽ ആക്സിസ് എന്താ കാണിക്കുന്നത്? ക്വാണ്ടിറ്റി സപ്ലൈഡ്. ഹൊറിസോണ്ടൽ ആക്സിസ് പ്രൈസസ് അതോ അല്ലട്ടോ, ഇതൊന്ന് മാറിപ്പോയതാ. വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുമ്പോൾ ഇതാണ്, ഇവിടെ പ്രൈസ് ആണ്. ആൻഡ് ഹൊറിസോണ്ടൽ ഇതാണ്, ക്വാണ്ടിറ്റി ആണ്. QS will increase as price increases. As or when പിന്നീട് ഒരു സിംഗിൾ പോയിന്റ് will indicate എന്താണ്? പ്രൈസ് ക്വാണ്ടിറ്റി കോമ്പിനേഷൻ. അത് സപ്ലൈ ക്വാണ്ടിറ്റി എന്നൊന്നും പറയരുത്, അവിടെ സപ്ലൈ അല്ല, പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള കോമ്പിനേഷൻ തന്നെ എന്നാണ്. പിന്നെ സപ്ലൈ കർവ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആണ്. ആൻഡ് ഇവിടെയാണ് പോയിന്റ്, ഇറ്റ്
could be have a zero, infinity, നെഗറ്റീവ്. ഇത് നമുക്ക് സീറോ ആവാം, ഇൻഫിനിറ്റി ആവാം, അതുപോലെ തന്നെ നെഗറ്റീവും ആവാം. അപ്പൊ നമുക്ക് ഡിമാൻഡ് സീറോ ഒന്നാവില്ലേ? ഫ്രീ ഗുഡ് ആണെങ്കിൽ പോലും നമ്മൾ മേടിച്ചു വെക്കും. എന്തിനു പറയുന്ന ആവശ്യമില്ലെങ്കിലും റേഷൻ കടത്തെ സാധനം വരെ മേടിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു ബിഹേവിയറൽ സ്റ്റഡിയും കൂടിയാണ്. അപ്പൊ അതെപ്പോഴും ഓർമ്മിക്കണം. ഇത് പ്രൈസ്, ക്വാണ്ടിറ്റി. പ്രൈസ് 2 ആവുമ്പോൾ ക്വാണ്ടിറ്റി 2. പ്രൈസ് 3 ആവുമ്പോൾ ക്വാണ്ടിറ്റി ചിലപ്പം 6 മേടിക്കും. പ്രൈസ് 4 ആവുമ്പോൾ 8 മേടിക്കാം. 5 ആവുമ്പം എങ്ങനെ 12 മേടിക്കാം. സ്റ്റിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? പണ്ട് വേണം. രണ്ടാവുമ്പം 2 മേടിക്കാം. 3 ആവുമ്പം 6 മേടിക്കാം. 4 ആവുമ്പം എത്രയാണ്? 8 മേടിക്കാം. 8 മേടിക്കാം. 5 ആവുമ്പം 12 മേടിക്കാം. 12 മേടിക്കാം. സോ സ്റ്റിൽ എങ്ങനെയാണ്? ഇതെങ്ങനെയാണ്? പോസിറ്റീവ് ആണ്. ഇത് പോസിറ്റീവ് ആണ്. ഇനി ഇങ്ങനെ മാത്രമാണോ ഡിമാൻഡ് കർവ് ഉണ്ടാവുക? ഇത് മറന്നേക്കും. ഇങ്ങനെ മാത്രമാണ് ഉണ്ടാവുക? അല്ല. ഇതിങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാവുന്ന ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എല്ലാ ആക്സിസിനും ഇങ്ങനെ ഒരു വശമുണ്ട്. ഇവിടെ ഇങ്ങനെ 0, നെഗറ്റീവ്, പിന്നെയാണ് പോസിറ്റീവ് വരുന്നത്. സോ ഇങ്ങനെയുണ്ട്. സോ ഇതിന്റെ സ്റ്റാർട്ടിങ് ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെയാണ് ഉണ്ടാവുക. എക്സസ് വൈ ആക്സിസ്, ഇവിടെ എക്സ് ആക്സിസ് നെഗറ്റീവ്, ഇവിടെ വൈ ആക്സിസും. സോ ഇവിടെ 0 എന്ന് തുടങ്ങി നെഗറ്റീവ്, പോസിറ്റീവ്. നെഗറ്റീവ് കൺസംഷൻ ചെയ്യും നമ്മൾ 0 കൺസംഷൻ ചെയ്യും, നെഗറ്റീവ് കൺസംഷൻ ചെയ്യും, പോസിറ്റീവ് കൺസംഷനും ചെയ്യും.
സോ ഇന്ന് ഇത്രയാണ്. ഇനിയിപ്പോ മാർക്കറ്റ് ഡിമാൻഡ് കാര്യങ്ങള്, അതിന്റെ ഷെഡ്യൂളില് എങ്ങനെയാണ് മാർക്കറ്റ് ഡിമാൻഡ് ഡിറൈവ് ചെയ്യേണ്ടത്, പിന്നീട് അതുപോലെ തന്നെ ഡിമാൻഡിലും എക്സ്റ്റൻഷൻ കോൺട്രാക്ഷൻ കാര്യങ്ങളുണ്ട്. അത് നമ്മള് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ബൈ.